ഉക്രൈനിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ പ്രകമ്പനമുണ്ടാക്കിക്കൊണ്ട് തലസ്ഥാനമായ കീവ് വീണ്ടും ഒരു വലിയ ആഭ്യന്തര പ്രതിസന്ധിയുടെയും പ്രതിഷേധങ്ങളുടെയും പ്രഭവ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. റഷ്യക്കെതിരായ യുദ്ധത്തിന്റെ മുന്നണി പോരാട്ടങ്ങൾ ഒരു വശത്ത് സങ്കീർണമായി തുടരുമ്പോൾ തന്നെ ഭരണകൂടത്തിന്റെ ഉന്നത തലങ്ങളിൽ ഉടലെടുത്ത രാഷ്ട്രീയ സൈനിക ഭിന്നതകൾ രാജ്യത്തെ പുതിയൊരു അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു. സഖ്യരാഷ്ട്രങ്ങളുടെ പിന്തുണയോടെ മുന്നോട്ടു പോകുന്ന ഒരു രാജ്യത്തിന് അകത്തുനിന്നുണ്ടാകുന്ന ഇത്തരം ആഘാതങ്ങൾ യുദ്ധത്തിന്റെ ഭാവിഗതിയെ പോലും സ്വാധീനിക്കാൻ പോന്നവയാണ്. പ്രതിരോധ മന്ത്രാലയത്തിന്റെയും സൈനിക നേതൃത്വത്തിലും വരുത്തിയ വൻ അഴിച്ചുപണികളാണ് നിലവിലെ ജനരോഷത്തിനും രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്കും പെട്ടെന്നുള്ള കാരണമായി മാറിയത്. മുൻ പ്രതിരോധ മന്ത്രി മിഖ്ലോ ഫെഡോറോവിന്റെ പെട്ടെന്നുള്ള രാജിയും കമാൻഡർ ഇൻ ചീഫ് ഒലക്സാണ്ടർ സിസ്കിയെ ചുമതലയിൽ നിന്ന് മാറ്റിയതുമാണ് പ്രതിഷേധക്കാർക്കിടയിലും രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിലും കടുത്ത സംശയങ്ങൾക്ക് വഴിവെച്ചത്. തുടക്കത്തിൽ സൈനിക നേതൃത്വത്തിലെ മാറ്റങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് തെരുവിലിറങ്ങിയ ജനക്കൂട്ടം വളരെ വേഗത്തിൽ തന്നെ സെലൻസ്കി ഭരണകൂടത്തിനെതിരായ വിശാലമായ വിമർശനങ്ങളിലേക്ക് വഴിമാറുന്ന കാഴ്ചയാണ് കീവിൽ കണ്ടത്. പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുടെ അധികാര കേന്ദ്രീകരണവും സുപ്രധാന തീരുമാനങ്ങളിലെ സുതാര്യതയില്ലായ്മയും ജനങ്ങളിൽ വലിയ രീതിയിലുള്ള അമർഷമുണ്ടാക്കിയിട്ടുണ്ട്. സൈനിക മേധാവികളെ മാറ്റി പ്രതിഷ്ഠിക്കാനുള്ള തീരുമാനം കേവലം ഒരു ഭരണപരമായ നടപടിയല്ലെന്നും മറിച്ച് പ്രതിരോധ നിരയ്ക്കുള്ളിൽ വർദ്ധിച്ചു വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളുടെ ആഴം വ്യക്തമാക്കുന്നതാണെന്നും കരുതപ്പെടുന്നുണ്ട്. മുൻനിര പോരാട്ട തന്ത്രങ്ങളെക്കുറിച്ചും വിഭവങ്ങളുടെ വിതരണത്തെക്കുറിച്ചും ഭരണകൂടവും സൈനിക നേതൃത്വവും തമ്മിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇപ്പോൾ പരസ്യമായ കൂറ്റൻ രാജികളിലേക്കും പുറത്താക്കലുകളിലേക്കും നയിച്ചത്. ഇത് സൈന്യത്തിന്റെ ഒത്തൊരുമയെ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയും ശക്തമാണ്. യുദ്ധരംഗത്ത് വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വരുമ്പോൾ ഭരണ നേതൃത്വം പരാജയങ്ങളുടെ ഉത്തരവാദിത്തം സൈനിക ഉദ്യോഗസ്ഥരുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണെന്ന വാദവും ശക്തമായി ഉയർന്നു വരുന്നുണ്ട്. സിർസ്കിയെ പോലുള്ള പ്രഗത്ഭരായ ഒരു കമാൻഡറെ മാറ്റിയത് സൈന്യത്തിനുള്ളിൽ വലിയ നിരാശ പടർത്തി. ഈ പുതിയ സംഭവങ്ങൾ ഉക്രൈനിലെ രാഷ്ട്രീയ മേഖലയിലും വൻ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പാർലമെന്റിനുള്ളിലെ പ്രതിപക്ഷ കക്ഷികളും മുൻ ഭരണാധികാരികളും സെലൻസ്കിക്കെതിരെ രംഗത്ത് വരാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. യുദ്ധം കാരണം രാഷ്ട്രീയ പ്രവർത്തനങ്ങളും തെരഞ്ഞെടുപ്പുകളും നിർത്തിവെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ജനാധിപത്യപരമായ ചോദ്യം ചെയ്യലുകൾ ഒഴിവാക്കാൻ ഭരണകൂടം ശ്രമിക്കുന്നുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം. കീവിലെ തെരുവുകളിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങൾ കേവലം പൊതുജനങ്ങളുടെ ആവേശം മാത്രമല്ല, മറിച്ച് രാജ്യത്തെ സമ്പന്നരായ വ്യവസായികളുടെയും രാഷ്ട്രീയ ഉന്നതരുടെയും പ്രതിഫലനം കൂടിയാണെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. സെലൻസ്കിയുടെ കൈകളിൽ അധികാരം കേന്ദ്രീകരിക്കുന്നതിൽ അതൃപ്തിയുള്ള പല പ്രമുഖ വിഭാഗങ്ങളും ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നണിയിൽ പിന്തുണ നൽകുന്നുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. കൂടാതെ ഉക്രൈനിന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇപ്പോൾ കീവിന്റെ അതിർത്തികൾ കടന്ന് അന്താരാഷ്ട്ര തലത്തിലേക്കും വ്യാപിക്കുകയാണ്. പ്രധാനമായും യൂറോപ്യൻ യൂണിയനിലെ ചില പ്രധാന ശക്തികളും പാശ്ചാത്യ സ്ഥാപനങ്ങളും ഉക്രൈനിലെ ആഭ്യന്തര തീരുമാനങ്ങളിൽ മുൻപത്തേക്കാൾ കൂടുതൽ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്നുവെന്ന വാദങ്ങൾ ശക്തമായിട്ടുണ്ട്. ഉക്രൈന് നൽകുന്ന സാമ്പത്തിക സൈനിക സഹായങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്തിന്റെ ഭരണരീതികളിൽ മാറ്റം വരുത്താൻ പാശ്ചാത്യ ശക്തികൾ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന കോടിക്കണക്കിന് ഡോളറിന്റെ സഹായങ്ങളും ആയുധങ്ങളും എങ്ങനെ വിനിയോഗിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ച് യൂറോപ്യൻ യൂണിയന് കടുത്ത ആശങ്കകളുണ്ട്. അഴിമതി ആരോപണങ്ങളും വിഭവങ്ങളുടെ തെറ്റായ വിനിയോഗവും തടയുന്നതിൽ സെലൻസ്കി ഭരണകൂടം പരാജയപ്പെടുന്നു എന്ന വിലയിരുത്തൽ ചില വിദേശ രാജ്യങ്ങൾക്കുമുണ്ട്. സൈനിക തലപ്പത്ത് തങ്ങൾക്ക് കൂടുതൽ വിശ്വസ്തരും കാര്യക്ഷമതയുള്ളവരുമായ ആളുകൾ വരണമെന്ന് യൂറോപ്യൻ യൂണിയനിലെ ചില നയതന്ത്രജ്ഞർ ആഗ്രഹിച്ചിരുന്നതായി സൂചനകളുണ്ട്. ഉക്രൈൻ സഖ്യകക്ഷികളുടെ പിന്തുണയെ പൂർണ്ണമായും ആശ്രയിച്ചു നിൽക്കുന്നതിനാൽ വിദേശ ശക്തികളുടെ ആവശ്യങ്ങളെ പൂർണ്ണമായി തള്ളിക്കളയാൻ സെലൻസ്കിക്ക് സാധിക്കില്ല. ഇത് ഭരണകൂടത്തിന്റെ പരമാധികാരത്തെക്കുറിച്ചുള്ള പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. അതേസമയം വിദേശ രാജ്യങ്ങളുടെ ഇത്തരം ഇടപെടലുകൾ ഉക്രൈനിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ വലിയ അമർഷത്തിന് വഴിവെക്കുന്നുണ്ട്. രാജ്യത്തിന്റെ പരമാധികാരം പണയം വെച്ചുകൊണ്ടുള്ള ഒരു ഭരണാധികാര കൈമാറ്റത്തോടും ജനങ്ങൾക്ക് യോജിക്കാനാവില്ല. തങ്ങളുടെ ഭാവി തങ്ങൾ തന്നെ തീരുമാനിക്കണമെന്ന ആഗ്രഹം ശക്തമാകുമ്പോഴും വിദേശ സഹായമില്ലാതെ മുന്നോട്ടു പോകാൻ കഴിയാത്ത യാഥാർത്ഥ്യം ഉക്രൈനെ കൂടുതൽ സങ്കീർണമായ അവസ്ഥയിലെത്തിക്കുന്നു. രാജ്യത്തിനകത്ത് നിലനിൽക്കുന്ന ഈ കടുത്ത രാഷ്ട്രീയ അനിശ്ചിതത്വം ഉക്രൈന്റെ സാമ്പത്തിക മേഖലയെയും തകിടം മറിക്കുകയാണ്. വിദേശ നിക്ഷേപങ്ങളും സഹായങ്ങളും തടസ്സപ്പെടാനുള്ള സാധ്യതയും ആഭ്യന്തരമായി ഉൽപാദന മേഖല നേരിടുന്ന തകർച്ചയും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുന്നുണ്ട്.
യുദ്ധമുഖത്ത് മുന്നേറാൻ ശ്രമിക്കുന്ന ഉക്രൈനിയൻ സൈനികർക്ക് ഈ ആഭ്യന്തര തർക്കങ്ങൾ ഉണ്ടാക്കുന്ന മാനസികാഘാതം ചെറുതല്ല. തലസ്ഥാനത്ത് രാഷ്ട്രീയക്കാർ അധികാരം നിലനിർത്താൻ പോരാടുമ്പോൾ മുൻനിരയിൽ ജീവൻ തടവറ വെച്ച് പോരാടുന്ന ഭടന്മാർക്ക് ജീവനും പിന്തുണയും വ്യക്തമായ രാഷ്ട്രീയ തീരുമാനങ്ങളും ലഭിക്കാതെ പോകുന്നു. ഈ അവസരം ശത്രുരാജ്യമായ റഷ്യ തങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഉക്രൈനുള്ളിലെ രാഷ്ട്രീയ വിള്ളലുകളും ഭരണകൂടത്തിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളും റഷ്യൻ പ്രചാരണ തന്ത്രങ്ങൾക്ക് വലിയ ഊർജ്ജമാണ് നൽകുന്നത്. സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് അദ്ദേഹം ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. ഒരു വശത്ത് ശക്തി പ്രാപിക്കുന്ന റഷ്യൻ ആക്രമണം, മറുവശത്ത് തെരുവിൽ ആളിക്കത്തുന്ന ജനരോഷം, അതിനു പുറമെ സൈന്യത്തിനുള്ളിലെ ഭിന്നതയും വിദേശ ശക്തികളുടെ സമ്മർദ്ദവും. തനിക്കെതിരെ ഉയരുന്ന ഈ വെല്ലുവിളികളെ അതിജീവിക്കാൻ സെലൻസ്കി പുതിയ നീക്കങ്ങൾ നടപ്പിലാക്കിയേക്കാം. കൂടുതൽ കടുത്ത അടിയന്തര നടപടികൾ പ്രഖ്യാപിക്കാനോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെയും സൈന്യത്തെയും അനുനയിപ്പിക്കാൻ ഭരണഘടനാപരമായ മാറ്റങ്ങൾക്ക് തയ്യാറാക്കാനോ അദ്ദേഹം നിർബന്ധിതനായേക്കാം. യുദ്ധം തുടരുമ്പോൾ തന്നെ രാജ്യത്തിനകത്ത് പുതിയൊരു രാഷ്ട്രീയ സംസ്കാരം രൂപപ്പെടുന്നുവെന്നത് ശ്രദ്ധേയമാണ്. കേവലം ഒരു യുദ്ധകാല നായകനായി സെലൻസ്കിയെ വീക്ഷിച്ചിരുന്ന ജനങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭരണ നേട്ടങ്ങളെയും തന്ത്രങ്ങളെയും വിമർശനാത്മകമായി വിലയിരുത്താൻ തുടങ്ങിയിരിക്കുന്നു. യൂറോപ്യൻ യൂണിയന്റെയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെയും നിലപാടുകൾ ഇനി വരാനിരിക്കുന്ന ദിനങ്ങളിൽ വളരെ നിർണായകമായിരിക്കും. കീവിലെ പ്രക്ഷോഭങ്ങളെ അവർ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതും സെലൻസ്കിക്ക് നൽകുന്ന പിന്തുണയിൽ മാറ്റം വരുത്തുമോ എന്നതും ഉക്രൈനിന്റെ ഭാവി നിർണയിക്കും. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഉക്രൈൻ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവിലാണ് നിൽക്കുന്നത്. ആഭ്യന്തര തർക്കങ്ങൾ പരിഹരിച്ച് സൈന്യത്തെയും ജനങ്ങളെയും ഒരുമിച്ച് നിർത്തി മുന്നോട്ടു പോകാൻ സെലൻസ്കിക്ക് സാധിക്കുമോ എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്. കീവിലെ ഈ രാഷ്ട്രീയ കൊടുങ്കാറ്റ് അടങ്ങുമോ അതോ രാജ്യത്തെ മുഴുവൻ വിഴുങ്ങുന്ന വലിയൊരു തകർച്ചയായി മാറുമോ എന്ന് ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്.